കുട്ടികൾക്കും ക്രഷൻ പ്രീ സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ EPLുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ നിങ്ങൾ ചെയ്തുവല്ലോ. നമുക്കിന്ന് മോണ്ടിസറിയുടെ സെൻസോറിയൽ ആക്ടിവിറ്റി എന്തൊക്കെ എന്ന് നോക്കാം. സെൻസോറിയൽ ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്ക് സൈസ്, വെയ്റ്റ്, സൗണ്ട്, സ്മെൽ, കളർ, ടെക്സ്ചർ, ഡയമെൻഷൻ എന്നിവയെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയുന്നു. കൂടാതെ മാച്ചിങ്, പാരിംഗ്, സോർട്ടിംഗ്, സീക്വൻസിംഗ്, ജിയോമെട്രി ഷേപ്പ്, ആൾജിബ്ര എന്നിവയും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. സെൻസോറിയൽ ആക്ടിവിറ്റിയിൽ സൈസ്, ഷേപ്പ് എന്നിവ തിരിച്ചറിയുവാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന മോണ്ടിസറി മെറ്റീരിയൽ ആണ് സിലിണ്ടർ ബോക്സ്, പിങ്ക് ടവർ, ബ്രൗൺ സ്റ്റെയർസ്, ലോങ് റോഡ്സ്, കളേർഡ് സിലിണ്ടേഴ്സ്. ഇതിൽ പിങ്ക് ടവർ എന്താണെന്നും അതിന്റെ പ്രസന്റേഷൻ എങ്ങനെയാണെന്നും നോക്കാം. കുട്ടികൾക്ക് മറ്റു കളറിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളറാണ് പിങ്ക്. മറിയ മോണ്ടിസറി ഡിസൈൻ ചെയ്ത ഒരു മോണ്ടിസറി മെറ്റീരിയൽ ആണ് ഇത്. ഇതിൽ 10 വുഡൻ ക്യൂബ്സ് ഉണ്ട്. പിങ്ക് ടവർ ചെയ്യാനായി ഒരു മാറ്റ് വിരിക്കുക. കുട്ടിയെ സെൻസോറിയൽ ഏരിയയിലേക്ക് ക്ഷണിക്കുകയും പിങ്ക് ടവർ തിരിച്ചറിയുകയും ചെയ്യുക. എല്ലാ സമചതുരങ്ങളും മാറ്റിൽ ക്രമരഹിതമായി വയ്ക്കുക. അതിനുശേഷം ഏറ്റവും വലിയ ക്യൂബും പിന്നീട് വലിപ്പമനുസരിച്ച് ഓരോ ക്യൂബും എടുത്ത് പിങ്ക് ടവർ നിർമ്മിച്ചു തുടങ്ങുക. ആദ്യം കുട്ടികൾ തെറ്റുകൾ വരുത്തും. പരിശീലനത്തിലൂടെ ക്യൂബിന്റെ വലിപ്പം മനസ്സിലാക്കി തെറ്റുകൾ കൂടാതെ ടവർ പൂർത്തിയാക്കാൻ അവർക്ക് സാധിക്കും. ബിഗർ, biggest, smaller, smallest. അടുത്തതായി ബ്രൗൺ സ്റ്റെയർസ് എന്താണെന്നും അതിന്റെ പ്രസന്റേഷൻ എങ്ങനെയാണെന്നും നോക്കാം. ബ്രൗൺ സ്റ്റെയർസ് ചെയ്യുവാനുള്ള മെറ്റീരിയൽസ്: 20 സെന്റിമീറ്റർ നീളമുള്ള 10 പ്രിസങ്ങൾ, ബ്രൗൺ സ്റ്റെയർസ് അറേഞ്ച് ചെയ്തു വെക്കുവാനുള്ള മാറ്റ്. പ്രസന്റേഷൻ: ബ്രൗൺ സ്റ്റെയർസ് കാണിക്കുവാനായി കുട്ടിയെ ക്ഷണിക്കുക. ഇതിനായി നിങ്ങൾക്കൊരു മാറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് മാറ്റ് എടുത്ത് അൺറോൾ ചെയ്യുക. അതിനുശേഷം വലതു വിരലുകൾ കൊണ്ട് പ്രിസത്തിന്റെ മുകളിൽ പിടിച്ച് ഏറ്റവും കനം കുറഞ്ഞ പ്രിസം എങ്ങനെ പിടിക്കാമെന്ന് കുട്ടിയെ കാണിക്കുക. എല്ലാ പ്രിസങ്ങളും മാറ്റിൽ ക്രമരഹിതമായി വയ്ക്കുക. അതിനുശേഷം കട്ടിയുള്ള പ്രിസം ശ്രദ്ധാപൂർവം 2 കൈകളും ഉപയോഗിച്ച് തിരഞ്ഞെടുക്കുക. ഓരോ പ്രിസവും കട്ടിയുള്ള പ്രിസത്തിന് കീഴിൽ വയ്ക്കുക. ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ സ്ലൈഡ് ചെയ്ത് ശരിയായ രീതിയിൽ തന്നെ എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് ബ്രൗൺ സ്റ്റെയർസ് എങ്ങനെ ക്രമമായി ചെയ്യുന്നുവെന്ന് നോക്കാം. പിങ്ക് ടവർ, ബ്രൗൺ സ്റ്റെയർസ് എന്നിവ കണ്ടതിന് ശേഷം A4 ഷീറ്റ് പേപ്പറിൽ ഇതുപോലെ ചെയ്തു വെക്കുക. താങ്ക് യു.